ഹലോ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ശത്രുക്കളെ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ എല്ലാവർക്കും സ്വാഗതം പുതിയ അത് ആയിട്ടൊരാണല്ലോ നാട്ടുകാരിൽ. ഓക്കെ, അപ്പം ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്തായിരിക്കും ആൾക്കാരുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ പരിപാടി അതാണ്. അപ്പോൾ സോങ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ആൾക്കാരുടെ റെസ്പോണ്ട് ഒന്ന് നോക്കാം. എന്നെ വളർത്തുമോ അതെല്ലാം കൂടെ തൂക്കി താഴെ ഇടുവോ എന്ന് നമുക്ക് നോക്കാം. ഒരുത്തം നെരിച്ച വെടിവെപ്പിലാണ്. എൻ്റെ കുഞ്ഞിനാരും കൊല്ലല്ലേ, എൻ്റെ കുഞ്ഞിനാരും കൊല്ലല്ലേ ഗൈസ്. അപ്പം ലെറ്റ്സ് ഗോ. ഞാനും ഇൻട്രോട്ട് തന്നെ. നീ ഇൻട്രോട്ട് അല്ല, നീ ഇൻവെർട്ടർ അല്ലടാ, ഇൻവെർട്ടർ പ്രോ മാക്സ് പോലെ ഇൻവെർട്ടർ. അയ്യോ, അതെ മറ്റേ ഇതിൽ മറ്റേ പാട്ട് പാടൂടെ, അലൻ ജോസ് പെരേര പാട്ട് പാടാ. നീ പാടിക്കോ, ചുമ്മാ പാടാ. അതാണെങ്കിൽ ലിരിൽ സാറിനോട് ആദ്യം തന്നെ ചപ്പാത്തി അത് ലാസ്റ്റാണ് ചപ്പാത്തി പറഞ്ഞത്. ഇതിൽ ആദ്യമേ ഞാൻ ചപ്പാത്തിയൊക്കെ എടുത്ത് പാടികളായി. ഇന്നെ പാട്ട് അറിയാമോ? ഇന്നെന്റെ ബാഡ് ജോയിന്റ് അടിക്കണം, ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെ കൊള്ളാമോ? തണുപ്പാണ്, നമ്മളവിടത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തണുപ്പുണ്ട് ഇവിടെ തന്നെ. നമ്മളവിടെ സൂപ്പർ ചൂടാണ്, പിന്നെ നല്ല ആംബിയൻസ് ഉണ്ട്, കൊള്ളാം, നൈസ് സെറ്റപ്പ്. ഇവിടെ നിന്നാണ് ഞാൻ ലിറിക്സ് ചെയ്തത് കൂടുതലും. അതാണ് നൈസ് ലിറിക്സ് കിട്ടുന്നത്. നമുക്ക് തമ്പുരാനറിയാം, നമ്മൾ എഴുതാൻ്റെ പാട് നമുക്ക് തന്നെ അറിയാം. കിളിയൊക്കെ പോവും. ഇതാണ് പോഷൻ. നീ നിൽക്കുന്ന സ്ഥലം കൊള്ളാലോ. ഇത് നോക്കിയാല് എന്ത് മതം, എന്ത് നിറം, 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 എന്ത് മതം. ഒറ്റ വാക്കിൽ അവർ നാക്കുകൊണ്ട് അവന്റെ നല്ല നാളെ തൂക്കിലേറ്റി. തെറ്റുപറ്റി അവൻ തോറ്റുപോയി ജീവിതത്തിന്റെ പോർക്കളത്തിൽ. കാലങ്ങൾ എത്രയും പോയാലും മനിത നീ എന്താ മാറത്തെ. ഇരുട്ട് പിടിച്ച അസുര നിറത്തിൽ എന്താണ് കാര്യം. പുരുത്തവ കൊണ്ട് പറഞ്ഞതൊക്കെ ഈ മകന്റെ ജീവിതം കവർന്നെടുത്തു. മനുഷ്യനോ നീ ആട്ടും തോലിട്ട് ചെന്നായി. വാക്കിന്റെ പേരിലെ വിവേചനം, കറപ്പിന്റെ പേരിലെ ആക്ഷേപണം എന്ന് മാറും നീ. പോയി. Okay, let's go. അടുത്ത് പോവാം. Okay, പോ. എന്ത് മതം, എന്ത് മതം, അതറിയില്ല. ലിപ്സ് അറിയില്ല. എന്ത് മതം, എന്ത് നിറം, 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 എന്ത് നിറം, എന്ത് നിറം. ഒറ്റ വാക്കിൽ അവർ നാക്കുകൊണ്ട് അവരുടെ നല്ല നാളെ തൂക്കിലേറ്റി. തെറ്റുപറ്റി അവൻ തോറ്റുപോയി ജീവിതത്തിന്റെ പോർക്കളത്തിൽ. കാലങ്ങൾ എത്രയും പോയാലും മാറിയ നീ എന്താ മാറത്തെ. ഇരുട്ട് പിടിച്ച അസുര നിറത്തിൽ എന്താണ് കാര്യം. പുരുത്തവ കൊണ്ട് പറഞ്ഞതൊക്കെ ഈ മകന്റെ ജീവിതം കവർന്നെടുത്തു. മനുഷ്യനോ നീ ആട്ടും തോലിട്ട് ചെന്നായി. മതത്തിന്റെ പേരിലെ വിവേചനം, കറുപ്പിന്റെ പേരിലെ ആക്ഷേപണം എത്ര കാലം ഇനി പൊരുത്തും. എന്ത് മാറും ഈ വിവേചനം, എന്ത് മാറും ഈ കാഴ്ചകൾ. നമ്മൾ തന്നെ ഇത് മാറ്റണം. എന്ത് മതം, എന്ത് നിറം, എന്ത് മതം, എന്ത് നിറം. എന്തിന് പോരാടും ഞാൻ തല കുമ്പിടാതെ. ഞാൻ കഥയും തുടരും, എന്റെ പാടില്ലത് പടരും, എന്റെ ചിന്തകളും ചിതറി മാറും. ഓക്കെ, ജസ്റ്റ് ലാബ് ഉണ്ടോ നോക്കണം കേട്ടാ. ലിപ്പും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. എത്ര മിനിറ്റ്? 1.5 മിനിറ്റ് മതിയാടാ. ഇത് ലൈക്ക് അങ്ങനത്തെ ഒരു ട്രാക്ക് അല്ലേ, അവേർനെസ് ട്രാക്ക് പോലത്തെ ഒരു സാധനമാണ്.
എന്തൊരു അതാ ഒന്നുമില്ല അതാ പെണ്ണിനെ കണ്ടത് കണ്ടത് ഇവ എല്ലാരും കണ്ട് ഇവ ചുമട് എടുത്തോണ്ട് എടുത്ത സാധനത്തിന് താഴെ ഇട്ടിട്ട് 2 നില ഓടി അങ്ങ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോണം. അണ്ണാ ലോഡ് കയറ്റിട്ടാ നോക്കട്ട്, ലോഡ് നിക്കണ നോക്കട്ട് ഇങ്ങനെ. എന്നിട്ട് ഒരുത്താനാണെങ്കി അവിടെ നിന്ന് കേട്ടാ കണ്ടവൻ താഴെ പോണതിന് അവര് അകത്തോട്ട് പാടി പോവാതെ നോക്കിയപ്പോ വലിയൊരു കണ്ണാടിയിൽ അവിടെ ഇങ്ങനെ നിൽക്കും. എന്നാ അവനെ പറ്റി പറ. ഇയാളവിടെ നിന്ന് സാധനം കൊണ്ടുവരണ കണ്ടിട്ട് ഇറങ്ങി ഒറ്റോട്ട താഴെ പോയി നിന്നിട്ട് ആ ചേച്ചി തന്നെ നോക്കിക്കൊണ്ടിരുന്നു കള്ളൻ. എന്നിട്ട് ചേച്ചി സെറ്റായാ? പോക്സോ ആവാതെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുടിയൊക്കെ എടുത്ത് അതന്നെ ഞാൻ ചോദിക്കടാ, പോക്സോ ആവാതിരുന്നാ കൊള്ളാം. നമുക്ക് നിനക്കല്ല അവർക്ക്, നിനക്കല്ല അവർക്ക് പോക്സോ ആവാതിരുന്നാ കൊള്ളാം. ബാലനാണെന്ന് അറിഞ്ഞൂടല്ല അവർക്ക്. കൊള്ളാലോ. എവിടെ ഏതാ 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 ഇത് നമ്മുടെ വിജയം, നമ്മുടെ വിജയം, നമ്മുടെ വിജയം. വ്ളോഗ് കണ്ടാണ്ടല്ലോ അത്ര നമ്മള് അത്രയും സ്ട്രഗിൾ ചെയ്താണ്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ കണ്ടില്ല സ്ട്രെച്ചിൽ ചെയ്തപ്പോ തന്നെ അല്ല തൊണ്ടയില തൊണ്ടിലെ വേദന വരെ വേദനയെന്ന് നീ എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് ഉണ്ണി. ശരി അത്ര പ്രായമൊന്നുമില്ല. കേട്ടില്ല കേട്ടില്ല, അവർക്ക് പറയണ അവർക്ക് പറയണ. അതെന്തിനു പറഞ്ഞ പറയണേ ഉണ്ണി. കഷ്ടപ്പാട് തന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എക്സ്പ്രഷൻ കിങ് ആണെന്ന് സപ്പോർട്ടേഴ്സ് ഉണ്ട്. നീ എന്റെ സപ്പോർട്ടർ അല്ലേ? ഞാൻ പറയണോര് പറയും ബ്രോ അല്ലേ? പണി അതാണ്. സംഭവം പാതി മുക്കാലും ഒരു ഫോട്ടോ എന്തോ കാര്യം കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ അവര് ഈസി ആയിട്ട് ഒരു കാര്യം തീരുമ്പോൾ ഇപ്പം സത്യം പറയല്ലോ കോമൺ സെൻസ് ഉള്ളവന്മാർക്ക് മനസ്സിലാവും ഒരു പാട്ട് ചെയ്ത് ഔട്ട് ഇറക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടാണെന്നല്ലേ. അതും തിരുവനന്തപുരത്ത് നിന്നിട്ട്. തീർച്ചയായും സത്യം. അതാ കമന്റ് ഇടണമാരെ ഫേക്ക് അക്കൗണ്ടില് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോലും ഇടാനുള്ള ഇതില്ല. ഇവർക്ക് അവരുടെ രീതിക്കുള്ള രീതി പെരുമാറുന്നു. നമ്മളത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? അത് നിങ്ങളായാലും ബ്രോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മളൊന്ന് കുറച്ച് ഉയരങ്ങളിലോട്ട് പോണ സമയത്ത് ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയാല് നാട്ടുകാരന്മാർക്ക് പിടിയോ? ഞാൻ പറയണം നിനക്ക് പെട്ടെന്ന് നിനക്കൊരു ലംബോർഗിനി എടുക്കാൻ റേഞ്ച് വരെയാണ്. അവൻ കള്ളക്കടത്തും. ഇവൻ തന്നെ ആദ്യം തുടങ്ങും. ഈ അവസരം ചോദിക്കാമെന്നുള്ള ഈ കുഴൽപ്പണം എന്ന് വെച്ചാൽ എന്താടാ? കുഴലും കൂടെ പറഞ്ഞത് ഞാൻ ഒരു കിടിലം ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്ലസ് ടു എത്ര സബ്ജക്ട് ഉണ്ട് പറ? ഓരോ സബ്ജക്ട് ബയോളജി, ഇംഗ്ലീഷ്, കെമിസ്ട്രി, പിന്നെ പിന്നെ നീ മറ്റേ ഡെവലപ്മെന്റ്. എന്തോ ഡെവലപ്മെന്റ്? എന്തൊരു ഡെവലപ്മെന്റ്? മാത്സ് വേറെ കോഴ്സുകളാണ് ഞാൻ മാത്സ് എടുത്തു. അങ്ങനെ എന്തോ ഗുണമുണ്ടോ? പിന്നെ എന്തോ ഡെവലപ്മെന്റ്. അപ്പൊ കറക്റ്റ് ആറായി. കോളേജിൽ പഠിക്കണ അപ്പൊ ഏത് വിഷയം നീ കോളേജിൽ ഞാൻ കമ്പ്യൂട്ടർ തന്നെ ഞാൻ പഠിക്കാൻ പോകണില്ല. അതിങ്ങനെ സെമ്മ് മാറുമ്പോ ഇങ്ങനെ മാറിക്കൊണ്ട് ഇങ്ങനെ പഠിച്ചങ്ങ് കളയും. അടുത്ത പഠിച്ച് കളയും. എത്ര സബ്ജക്ട് ഉണ്ട്? ഇനി ആ ഒരു 5 എന്തര കാണും. 5 ഉണ്ട്. പിന്നെ 2 എക്സാം ഉണ്ടടാ. അത് സീരീസ് 1 ഇല്ല നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. കഷ്ടപ്പെടുത്തുന്നില്ല. ലോയൽ എന്ന് എന്ത് ഉദ്ദേശത്തിലാണ് ലോയൽ എന്ന് പറഞ്ഞാൽ? കോൺസെപ്റ്റ് ഒക്കെ വെറും വേറെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ലോയൽ ആയിക്കൂടെ? എന്തോന്ന് ലോയൽറ്റി എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. ലോയൽറ്റി അതല്ലല്ലോ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പൊക്കലല്ലേ പരിപാടി. നീ അങ്ങനെ ആവാതിരുന്ന അവൻ അങ്ങനെ ആവാതിരുന്നാ പോരെ? ഞാൻ അങ്ങനെ ആവൂല. ഞാൻ എന്താ ലോയല.
ബെസ്റ്റിയൊക്കെ ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ലോയൽറ്റി ചെക്ക് ചെയ്യാൻ, ഇവന്റെ ലോയൽറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് കാര്യം ചെയ്യാം. ഇവന്റെ ഇൻസ്റ്റാഗ്രാമിലെ ലാസ്റ്റ് 10 മെസ്സേജ് അവൻ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ല, അങ്ങനെയല്ല, അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ബാക്കി അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കാണണം. 10 പ്രൈമറിയില് അയ്യോ ജനറലില് പ്രൈമറിയിൽ ഒരു ഗേളിന് എന്റെ 2 താത്താമാരും അതൊക്കെ വിട്. ഈ അക്കൗണ്ട് എനിക്ക് വേണ്ട. എനിക്ക് ആകെ ഒറ്റ അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഒക്കെ പിന്നെ ആരതാ മുത്തേ? ചുവന്ന കരങ്ങളാൽ ലോയലിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞൂടെ? അവൻ കുഴൽപ്പണമെന്ന് ഡയലോഗ് അടി മാത്രം ഉണ്ട്, അതെന്താണെന്ന് അറിയാവോ? അതാണ് ഇതും എടാ ഓക്കെ ബൈ ഗൈസ്, അവര് പോവേണ്. എടാ ഇൻസ്റ്റയിൽ കാണേ, ഷെയർ ചെയ്യട്ടോ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഇത് വേണോ റാപ്പറൊക്കെ ബ്രോ? എന്ത് മതം എന്ത് നിറം 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 എന്ത് മതം എന്ത് നിറം. ഒറ്റ വാക്കിൽ അവർ നാക്കുകൊണ്ട് അവന്റെ നല്ല നാളെയെ തൂക്കിലേറ്റി തെറ്റു പറ്റിയവൻ തോറ്റുപോയി ജീവിതത്തിന്റെ പോർക്കളത്തിൽ. കാലങ്ങൾ എത്രയി പോയാലും മാർത്തിയ നീ എന്താ മാറത്തെ? ഇരുട്ടു പിടിച്ച സുര നിറത്തിൽ എന്താണ് കാര്യം? കൊടുത്തവാ കൊണ്ട് പറഞ്ഞതൊക്കെയും മകന്റെ ജീവിതം കവർന്നെടുത്തു. മനുഷ്യനോ നീ ആട്ടും തോലിട്ട് ചെന്നായി. മതത്തിന്റെ പേരില് വിവേചനം, കറുപ്പിന്റെ പേരില് ആക്ഷേപണം. എത്ര നാളിക്കിനി പൊരുതും, എത്ര കാലം ഇനി പൊരുതും? എന്ന് മാറും ഈ വിവേചനം, എന്ന് മാറും ഈ കാഴ്ചകൾ. നമ്മൾ തന്നെ ഇത് മാറ്റണം. എന്തു മതം എന്തു നിറം എന്തു മതം എന്തു നിറം. നിലയ്ക്കില ഇനി പോരാടും നാം, തലകുമ്പിടാതെ നാം കഥയും തുടരും. എന്റെ പാട്ടിലത് പടരും, നിന്റെ ചിന്തകളും ചിതറി. എന്തു മതം എന്തു നിറം എന്തു മതം എന്തു നിറം എന്തു മതം എന്തു നിറം എന്തു മതം. റിലീസൊക്കെ കഴിഞ്ഞ് നേരെ ബാഡ്മിൻ്റൺ കളിക്കാൻ വന്നിട്ടുണ്ട്. ശംഭു ഹായ്. ധരിച്ച കളിയായിരുന്നു ഗൈസ് ബാഡ്മിൻ്റൺ. എന്തായിരിക്കും ആൾക്കാരുടെ റെസ്പോണ്ട് ഒന്നും ഞാൻ നോക്കിയില്ല. വീട്ടിൽ ചെന്നിട്ട് വേണം എന്നെ നോക്കാൻ. ശരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നോക്കാം.